ആദ്യം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിലേക്കാണ്. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, നമുക്കറിയാം ഇന്നലെ രാത്രി അർദ്ധരാത്രിയോട് കൂടി തുടങ്ങിയ കനത്ത മഴയാണ്. രാവിലെ ആയപ്പോൾ പലയിടത്തും വലിയ വെള്ളപ്പൊക്കം, പ്രളയത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ മലയോര ജില്ലകളിലാണ് ഏറ്റവും അധികം കനത്ത നാശനഷ്ടം വിതച്ചത്. ഇടുക്കിയിൽ, പത്തനംതിട്ടയിൽ, കോട്ടയത്ത്. ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെവിടെയാണ് ഇത്രയധികം? കാരണം ഏകദേശം ഏറ്റവും അവസാനമായി അറിയുന്നത് 8 ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നാണ്, വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ്. ഒരു മുന്നൊരുക്കങ്ങൾ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇതെവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ തീരുന്നതല്ല ഈ വിഷയം. 2016 ഏറ്റവും വലിയ വരൾച്ച, 142 വർഷങ്ങൾക്ക് ശേഷമുണ്ടായിരുന്ന 2016 വരൾച്ച, അത് കഴിഞ്ഞ് 10 വർഷക്കാലം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിനും ജലസമ്പത്തിനും കടലിനും മലകൾക്കുമൊക്കെ വലിയ ശരശയ്യയിലാകുന്ന രീതിയിലുള്ള വലിയ പരുക്കേറ്റിട്ടുണ്ട്. 16 വരൾച്ച, 17 ഓഖി, 18 പ്രളയം, പിന്നെ ഇങ്ങോട്ട് ഉരുൾപൊട്ടൽ, പ്രളയം, ഇങ്ങനെ മാറി മാറി വന്ന് പിന്നെ കള്ളാടിയിലെ ഉരുൾപൊട്ടൽ വരെ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ വർഷത്തെ മഴ പസഫിക് ഓഷനിലെ എൽനിനോ പ്രതിഭാസം വന്നപ്പോൾ ലോകത്താകെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ മഴ മാറും എന്നുള്ളത്. കാര്യം ചൂടാവുന്ന സ്ഥലത്തേക്ക് മഴ പോവുകയും ചൂട് കുറയുന്ന സ്ഥലത്ത് മഴ കുറയുകയും ചെയ്യും. അപ്പം നമുക്ക് മഴ കുറവായിരിക്കും ഇന്ത്യയിൽ എന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ഒക്കെ പറയുകയും അങ്ങനെ 300 ജില്ലകൾ നമ്മൾ വരൾച്ചാ ബാധിതമായി രാജ്യം ഐഡന്റിഫൈ ചെയ്തു. പിന്നെ 115 ജില്ലയെ തീവ്രമായ വരൾച്ചയുള്ള പ്രദേശമായിട്ടൊക്കെ മാറ്റി. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിരുന്നപ്പോൾ ശാസ്ത്രലോകത്തെ കൂടി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പുതിയ പ്രതിഭാസം നമുക്ക് പറയാൻ കഴിയത്തില്ല, ഒരു സംഭവം ഉണ്ടായി. അതായത് മൺസൂൺ പാത്തി, അതായത് മൺസൂൺ മഴ വരാനുള്ള സാധ്യതയെ കാണിക്കുന്ന മൺസൂൺ പാത്തി ഏഷ്യയുടെ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ അന്തരീക്ഷത്തിൽ ഒരു 10,000 കിലോമീറ്റർ ദൂരത്തിൽ മൺസൂൺ പാത്തി കാണിച്ചു. അപ്പോൾ തന്നെ ശാസ്ത്രലോകം ഞെട്ടി. ഇതെന്താണ്, മഴയാകുമോ? തീർച്ചയായിട്ടും അത് മഴയായി, വലിയ മഴയായി. വലിയ മഴയായപ്പോൾ പിന്നെ വരൾച്ചയുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യയിൽ, ഗുജറാത്തിലും ഒഡീഷയിലും ആസാമിലും വലിയ മരണമാണ് ഉണ്ടായത്. 100-100ഓളം ആളുകൾ മരിച്ചിരിക്കുകയാണ്. ഒഡീഷയിലും ഗുജറാത്തിലും വലിയ മരണങ്ങൾ. ഗുജറാത്തിൽ അത്ര വലിയ മരണമുണ്ടായില്ല, പക്ഷേ മറ്റു 2 സ്ഥലത്ത് മരണമുണ്ടായി. ഇനി ഞാൻ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ നമ്മൾ ദുരന്ത നിവാരണവും ദുരന്ത പ്രതിരോധവും ദുരന്തത്തെ അഡ്രസ്സ് ചെയ്യുന്നതും ഇങ്ങനെ പല പല ഘട്ടങ്ങളുണ്ട്. ദുരന്തത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ദുരന്തത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദുരന്തം വരാതെ നമ്മൾക്ക് എങ്ങനെ ആളുകളെ പ്രതിരോധിക്കാം. രണ്ടാമത് ദുരന്തം വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അവരെ രക്ഷിച്ച് എങ്ങനെ പരമാവധി സഹായിക്കാം. മൂന്നാമത് ദുരന്തത്തിൻ്റെ പുനരധിവാസം. ഇപ്പം പിന്നെ മുണ്ടകൈ ചൂരൽമലയൊക്കെ നമ്മൾ കാണുന്ന പുനരധിവാസം. ഇതിൽ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ വിത്ത് ആൾ റെസ്പെക്ട് ഞാൻ പറയട്ടെ, ഒന്നാം ഭാഗത്ത് ഇപ്പോഴും നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ, ബാലന്മാരായിട്ട് തന്നെ നിൽക്കുകയാണ്, LKG പഠിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് ദുരന്തത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വലിയ പ്രതിസന്ധി കൊണ്ട് ഇപ്പോഴും ഉണ്ട്, അത് മാറിയിട്ടില്ല. അതേസമയം ദുരന്തം വന്നു കഴിഞ്ഞാൽ കളക്ടർമാർ, മന്ത്രിമാർ, MLA മാർ, നമ്മുടെ സന്നാഹം മുഴുവൻ അവിടെ എത്തുകയും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. മരിച്ചു പോകുന്നവരൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. മരിച്ച കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്യും. പുനരധിവാസത്തിലും നമ്മൾ ഫ്ലോപ്പാണ്. കാരണം മുണ്ടകൈ പുനരധിവാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോഴും അത് എഴഞ്ഞെഴഞ്ഞ് നീങ്ങുന്നതേ ഉള്ളൂ. ഫുൾ സിംഗിൽ വന്നില്ല, 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അതേസമയം ദുരന്തത്തിൻ്റെ പ്രതിരോധത്തിൽ, തുടക്കത്തിൽ അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ്സിൽ കേരളം ഇനിയും വലിയ മാറ്റി സജ്ജമാകേണ്ടതുണ്ട്. ആബാലവൃത്ത ജനങ്ങളും മാറുന്ന കാലാവസ്ഥയും മാറുന്ന മഴയും ഈ പുതിയ ഭൂമിശാസ്ത്രത്തിനുണ്ടാകുന്ന വ്യത്യാസവും നമ്മുടെ ഭൂമിക്കും മണ്ണിനും വെള്ളത്തിനും ഉണ്ടാകുന്ന വ്യത്യാസവും കടലിനുണ്ടാകുന്ന ചൂടും ഇതെല്ലാം പഠിച്ചുകൊണ്ടല്ലാതെ, മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ കേരളത്തിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല എന്നാണ് തീരുമാനിക്കേണ്ടി വരും. ഈ ജൂൺ മാസത്തിൽ 60% മഴയാണ് നമുക്ക്, 66% മഴയാണ് നമുക്ക് കുറഞ്ഞത്. നമുക്ക് കറണ്ട് കട്ടിൻ്റെ സ്ഥിതിയിലേക്ക് നമ്മൾ പോയില്ലേ. ജൂലൈയിൽ 30% മഴ കുറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 30-35 വർഷമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, ശാസ്ത്ര വിഭാഗത്തിലും സാങ്കേതിക വിദഗ്ധനുമായിട്ടൊക്കെ. ഞാൻ ഇതിന് 2 മാസം മുമ്പ് 1 മാസം മുമ്പ് ലേഖനങ്ങൾ എഴുതിയിരുന്നു. പല പ്രമുഖ പത്രങ്ങളിലും അല്ലാതെ ചാനലുകളിലും പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. കള്ളാടിയുടെ പരിപാടിയിലും ഞാൻ പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 തന്നെ വന്നിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും നഷ്ടപ്പെട്ടു പോയ മഴ ആഗസ്റ്റിൽ വരും. കാരണം മഴയ്ക്ക് അങ്ങനെ ചാടി പോകാൻ പറ്റില്ല ഇവിടെ നിന്ന്. കാരണം പടിഞ്ഞാറ് വശത്ത്, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്ത്, കേരളത്തിന്റെ കിഴക്ക് വശത്ത് പശ്ചിമഘട്ട മലനിരകളുണ്ട്.
പടിഞ്ഞാറ് വശത്ത് അറബിക്കടലുണ്ട്. തൊട്ട് മുകളിൽ 8 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയ്ക്ക് സൂര്യനുണ്ട്. ഇവിടെ ഭൂമധ്യരേഖ പ്രദേശത്ത് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമായതുകൊണ്ട് ഇവിടെ നല്ല ചൂട് വരും, നല്ലതുപോലെ നീരാവി ഉണ്ടാവും, പർവ്വതജന്യ മഴയായതുകൊണ്ട് നല്ല മഴയും വരും. അപ്പോൾ ഇതിനുള്ളൊരു ഭൂമിശാസ്ത്രപരമായ ഒരു ഭൂസാക്ഷരതയിലേക്ക്, ഒരു കാലാവസ്ഥാ സാക്ഷരതയിലേക്ക് മലയാളി പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രിപ്പയർനെസ് നമ്മൾ നടത്തിയാൽ മാത്രമേ നമുക്കിതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ടേക്ക്. യെസ്, അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ചേരുന്നുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇത്തവണ ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയാണ്. നമുക്കറിയാം 2018 ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ആദ്യമായി കേരളം ഒരു മഹാപ്രളയത്തെ നേരിടുന്നത്. പിന്നീട് അതിനെ നമ്മൾ അതിജീവിച്ചു. പക്ഷേ വീണ്ടും ഒരു മഴ വരുമ്പോൾ തന്നെ വലിയ ആശങ്കയാണ് മലയാളികളുടെ മനസ്സിൽ. സർക്കാർ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, കാരണം കൃത്യമായൊരു മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ പരിശോധനകൾ, ചർച്ചകളൊക്കെ നടക്കേണ്ടതാണ്. പക്ഷെ എന്തായാലും കോട്ടയത്താണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയിലാണ് ഏറ്റവും അധികം ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങ് രാവിലെ മുതൽ ഈ കോട്ടയം ജില്ലയിലെ വിവിധ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ അങ്ങ് നേരിട്ട് പോയിരുന്നു. അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പം പാലായിലും ഏറ്റവും കൂടുതൽ ഇപ്പം രണ്ടുപേരും മരണപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ അവിടെ പാലായിൽ പോയിരുന്നു, താലൂക്ക് ആശുപത്രിയിൽ പോയിരുന്നു. മൃതദേഹങ്ങൾ കാണുകയും അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ക്യാമ്പുകളിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സർക്കാർ നടത്തിയിട്ടുണ്ട്. കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. കൃത്യമായി എല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കളക്ടർ നിരന്തരമായി എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹവും ഓരോ മേഖലകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, അദ്ദേഹം പാലായിൽ എത്തിയിരുന്നു. അപ്പൊ അവിടെ എല്ലാം വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരണം അതിതീവ്രമായിട്ടുള്ള മഴ അങ്ങനെ തോരാതെ തുടരുന്നു. വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നും നാളെയും ഇതാണ്, ഇന്ന് രാത്രിയും അതുപോലെ നാളെ പകലും ഒക്കെ ഇതാണ് സ്ഥിതിയെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പൊ പുതുതായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മൾ ഇതിനെ ഫേസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ തീവ്രമായ മഴ എന്നുള്ളത് കേരളത്തിന് ആദ്യമായിട്ടല്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ 2018 മുതൽ ഇങ്ങോട്ട് എടുത്താൽ നമ്മൾ നിരന്തരം എല്ലാ വർഷവും തന്നെ നേരിടേണ്ടി വരുന്ന ഒരു പ്രതിഭാസമായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് മഴക്കാലത്തിന് മാസങ്ങൾക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.